ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് സൗദി അറേബ്യയിലെ തിരക്കേറിയ നഗരമായ റിയാദിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശാന്തമായ മരുപ്പച്ചയിലേക്കാണ് പോകുന്നത്. ഇത് ആ ശാന്തമായ മരുപ്പച്ചയുടെ എൻട്രൻസ് കവാടമാണ്. ഇത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെന്താണ്? ലേക്ക് പാർക്ക് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു എൻട്രൻസ് കവാടമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് റിയാദ് ലേക്ക് പാർക്കിലാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലം. നല്ല പച്ചപ്പും അരുവിയും, സൂപ്പർ ലൊക്കേഷൻ. അപ്പോൾ എല്ലാവരും വരിക. ഈ ഡാമിന് നമർ ഡാം എന്നും അറിയപ്പെടുന്നുണ്ട്. ലേക്ക് പാർക്ക് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നെങ്കിലും നമർ ഡാം എന്നും ഇതിനെ വിളിക്കപ്പെടുന്നുണ്ട്. ഒരു മനോഹരമായ പാർക്കാണ്. നഗരയാപനത്തിൽ നിന്നൊക്കെ ശാന്തമായ നമുക്കൊരു രക്ഷപ്പെടലായി ഇതിനെ നമുക്ക് കാണാം. അതായത് താമസക്കാർക്കും സന്ദർശകർക്കും പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടാനും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനും ഒരേപോലെ അവസരം നൽകുന്ന ഒരു മനോഹരമായ ലേക്ക് പാർക്ക് ഒരു കാഴ്ച തന്നെയാണ്. വളരെ ഭൂമിശാസ്ത്രവും സവിശേഷതകളും റിയാദിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിനുണ്ട്. ഏകദേശം 220 മീറ്റർ ആഴമാണ് ഇതിന് ഉള്ളത്. 20 മീറ്റർ ആഴവും 2 കിലോമീറ്റർ നീളമുള്ള നമർ വാലി അണക്കെട്ടിനൊപ്പം ആകർഷകമായ ഒരു പ്രദേശത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. മനോഹരമായ കൃത്രിമ വെള്ളച്ചാട്ടവും ഇവിടെ കാണാം. അതുപോലെ കോർണിഷ് കൊണ്ടും സമ്പൂർണമായ ഈ പാർക്കിന്റെ വ്യാവസായിക തടാകം വിവിധ വിനോദങ്ങൾക്ക് തന്നെ അതിശയകരമായ ഒരു പശ്ചാത്തലം തന്നെ നമുക്ക് ഇവിടെ സമ്മാനമായി നമുക്ക് കാണാവുന്നതാണ്. വളരെ മനോഹരമായ വിശാലമായ വളരെ തണലുള്ള സ്ഥലങ്ങളും ഇവിടെ കാണാവുന്നതാണ്. പലതരം ആക്ടിവിറ്റികൾക്കും സൗകര്യങ്ങൾക്കും തന്നെ ലേക്ക് പാർക്ക് ഒരു കേന്ദ്രം തന്നെയാണ്. പലരും അവിടെയുള്ള ആളുകൾ തടാകത്തിന്റെ അതിർത്തിയിലൂടെ, അതായത് ഈ നടപ്പാതയിലൂടെ ഇതിന്റെ പ്രവൃത്തി സമയത്ത് തന്നെ ചവിട്ടിൽ ചവിട്ടുകയോ നടക്കുകയോ ജോഗിങ് ചെയ്യുകയോ ഒക്കെ ചെയ്യപ്പെടാറുണ്ട്. മത്സ്യങ്ങളും അതുപോലെ താറാവ് വർഗത്തിൽപ്പെട്ട കൊക്കുകളും ഒക്കെ ഇവിടെ ധാരാളമായി നമുക്ക് കാണാവുന്നതാണ്. വളരെ ഊർജസ്വലമായ ആവാസ വ്യവസ്ഥ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. ഈ ആവാസ വ്യവസ്ഥയെ നമുക്ക് പിക്നിക്കുകൾക്കും ബാർബിക്യൂകൾക്കുമൊക്കെ ഒരു ജനപ്രിയ സ്ഥലമായി നമുക്ക് മാറ്റാവുന്നതാണ് ഇവിടെ. പ്രത്യേകിച്ച് ഈദ് അവധി ദിവസങ്ങളിൽ. എന്നാൽ ഇത് വളരെ സജീവമായ ഒരു പാർക്ക് തന്നെയാണ് ഈദ് അവധി ദിവസങ്ങളിൽ. ഈ വർഷം മുഴുവനും സജീവമായ അന്തരീക്ഷം തന്നെ അവർ ഇതിനെ നിലനിർത്തിയിട്ടുണ്ട്. സന്ദർശിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇവിടെ പാർക്ക് പെട്ടെന്ന് നിറയുന്നതിനാൽ ഒരു നല്ല പിക്നിക് സ്പോട്ട് സുരക്ഷിതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൂര്യാസ്തമയത്തിന് 1 മണിക്കൂർ മുമ്പ് എത്തിച്ചേരാനാണ് നമ്മൾ പറയാറ്. 1 മണിക്കൂർ മുമ്പ് സൂര്യാസ്തമയത്തിന് എത്തിച്ചേരുമ്പോൾ ഇവിടെ സന്ദർശകരെ ഏറ്റവും കൂടുതൽ അവർക്ക് ആനന്ദം തന്നെ നൽകുന്ന ഒരു പ്രോത്സാഹനം തന്നെ അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വസന്തകാലം പ്രത്യേകിച്ച് വളരെ നല്ല കാലമാണ്. കാരണം പാർക്ക് പച്ചപ്പ് കൊണ്ട് അലങ്കരിക്കാം ഈ വസന്തകാലത്ത്. ഇത് ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും പ്രകൃതി സ്നേഹികൾക്കും തടാക പാർക്കിന്റെ ഭംഗി നിലനിർത്താൻ തന്നെ അനുയോജ്യമായ സമയമാക്കി അവർക്ക് മാറ്റാവുന്നതാണ്. ഞങ്ങൾ ഈ പാർക്ക് ഇപ്പോൾ സന്ദർശിച്ചത് തന്നെ ഇവിടുത്തെ ഉച്ച സമയത്താണ്. കൃത്യം 2 മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് ഇപ്പോൾ സന്ദർശകർ വരാത്ത ടൈമാണ്. ഞങ്ങൾ ഇത് ഒന്ന് പോരാം എന്ന രീതിയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടേക്ക് സന്ദർശകർ എത്തുന്ന സമയം സൂര്യാസ്തമയത്തിന് 1-2 മണിക്കൂർ മുമ്പുകളാണ് ഇവർക്ക് സന്ദർശകർ എത്തുന്നത്. അതിനുശേഷം ഈ പാർക്ക് നിറഞ്ഞു കഴിയുന്നതാണ്. ഇപ്പോൾ
2 മണിയാണ് സമയം. ഇപ്പോൾ ഇവിടെ ആരും എത്തിയിട്ടുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നത്. പിന്നീട് ഇവിടേക്ക് വരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. എന്നെ വ്ളോഗിൽ കാണണമെങ്കിൽ എന്തേലൊക്കെ പറയേ. ഹായ് ഫ്രണ്ട്സ്, ആ ഞങ്ങളിപ്പോൾ ഉള്ളത് റിയാദ് ലൈക്സ് പാർക്കിലാണ്. ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം നാട്ടിൽ അതേപോലൊരു ഫീലിംഗ് ആണ്. ഇവിടെ നല്ല വെയിലാണ്, ശരിക്കുള്ള ഒരു നല്ല വെയിലാണ്, നല്ല ചൂടാണ്. പക്ഷെ അത് അറിയുന്നില്ല. അങ്ങനെ ഭയങ്കര പറയാം. തണുപ്പ്. ആ അങ്ങനെ പറയാം. അതായത് പക്ഷെ വെയിലുണ്ട്, തണുത്ത കാറ്റ്, അതായത് ഒരു ബീച്ചിൽ പോയ ഫീലിങ്. പക്ഷെ എന്തില്ല, ചൂടറിയുന്നില്ല. പക്ഷെ പുറത്ത് ഭയങ്കര വെയിലാണ്. അങ്ങനെ പറയാം. ആ പിന്നെ വേറെന്താ പറയല്ലേ? വേറെന്താ, അപ്പൊ ഇവിടെ റിയാദിലുള്ള ആളുകളൊക്കെ ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഫാമിലി ആയിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാനുള്ള നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഫുഡ് എല്ലാവരും കൊണ്ടുവരേണ്ടി വരും. ഇവിടെ ചിലപ്പോ അത് കിട്ടൂല. പച്ചവെള്ളം അതിന്റെ ബോട്ടിൽ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ എന്താണെങ്കിലും അത് വിസിറ്റേഴ്സ് വരുന്നുള്ളൂ അല്ലേ? ആ വിസിറ്റേഴ്സൊക്കെ വരുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ ഉച്ച ടൈമിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ എത്രയാണ് ബാബു? എത്രയും സമയം? 2 മണി സമയമാണ്. ഇപ്പോൾ ഈ ടൈമിൽ ഇവിടുത്തെ ഇതാക്കണം കണ്ടില്ലേ, വരുന്നുള്ള ആൾക്കാർ. പിന്നെ രാത്രിയാവും ഇവിടെ ഫുള്ളാവണമെങ്കിൽ, വിസിറ്റേഴ്സ് ഫുള്ളാവണമെങ്കിൽ. എന്നാലും ഇവിടെ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. റിയാദിലെ ലേക്ക് പാർക്ക്. ഇവിടെ ഒരു കിണറുമാരി കാണുന്നുണ്ട്. ഇനി ആ കിണർ തന്നെയാണോ? നമ്മൾ ചെന്ന് നോക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് വീഡിയോ എടുക്കാം. കണ്ടാലെന്നോട് പറയണ കിണറല്ല അല്ലട്ടോ, ഈ ബാബു പറ്റിച്ചതാണ്. ബാബു നമ്മളെ പറ്റിച്ചാണ്. ഇനി പറയാം, എന്താണ് കിണറിനെ പറ്റി പറയാനാണെന്ന് വിചാരിച്ചു. കിണറിന്റെ അകത്ത് ഒന്നുമില്ല. പൊട്ടക്കിണർ എന്ന് പറയുന്നത്. അത് ശരി, ഇതെന്തല്ലേ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് ചെയ്തതാണിത്. ഉണ്ടോ, ഒരു കിണറുമാര് രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് കിണറല്ല, നല്ല തണലുള്ള സ്ഥലം കേട്ടോ. ഓ എന്താണ് നീ പറയാ ബാബു പറഞ്ഞ എന്താണ് ഇനി അടുത്ത് പറയാല്? നീ എൻ്റെ വീഡിയോസ് എടുക്കണം.
വീഡിയോസ് എടുക്കാനാണ് പറയുന്നത്. എന്താണ് കുട്ടി ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് നമ്മള് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി, ഒരു രക്ഷയില്ല. വ്യാഴാഴ്ച ഒക്കെ വരണം. വ്യാഴാഴ്ച ദിവസം ആകുമ്പോൾ നല്ല കുറച്ചും കൂടി കൂടുതൽ ആളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നാട്ടിലെ പോലെ തന്നെ നല്ല പച്ചപ്പും അരുവി. ഇവിടുന്ന് കുറേ കാണാൻ ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല, വണ്ടിയായിട്ട് വരണം. ഇവിടെ ടാക്സി കിട്ടാൻ വഴിയില്ല. അതൊക്കെ എന്നോട്ട് പ്രത്യേകത. വ്യാഴാഴ്ച നല്ല തിരക്കുണ്ട്. ഇവിടെ 5 മണിയാകുമ്പോൾ ആൾക്കാരെ കൂടെ വരാൻ തുടങ്ങും. അല്ല, ഇവിടേക്ക് വരുന്ന ടൈം നമുക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞങ്ങൾ ഇവിടെ പറയാണ് ലേക്ക് പാർക്കിനോട്ട്. ലീവിലൊക്കെ കൂടി ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. മീനുണ്ട് അവർക്ക് ഇറങ്ങുക. പിന്നെ ഈ അല്ല, നമ്മളെ ഇറങ്ങേണ്ട ഏരിയ ഉണ്ടല്ലോ. ആ ഇവിടെയാണോ ആ ഏരിയ? ഇതൊക്കെ വെള്ളം കൊണ്ടുവരണം, ഫുഡ് കൊണ്ടുവരണം, എല്ലാം ഫുഡ് കൊണ്ടുവരണം. അല്ല Lights, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shot from the top. We're gonna be two hearts running wild. We're gonna be two hearts running wild. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings.